കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ 2021 സ്ക്വാഡിനെ നിലനിർത്തിയിരുന്നുവെങ്കിലെന്ന് ഒരിക്കലെങ്കിലും ആഗ്രഹിക്കാത്ത ആരാധകർ വളരെ കുറവായിരിക്കും. അന്ന് ടീമിനൊപ്പം ഉണ്ടായിരുന്ന വിദേശ താരങ്ങളിൽ അഡ്രിയാൻ ലൂണയും മാർക്കോ ലെസ്കോവിച്ചും മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനൊപ്പം തുടർന്നത്. കൊഴിഞ്ഞുപോയ വിദേശ താരങ്ങളിൽ ആരാധകരെ ഏറ്റവും നിരാശപ്പെടുത്തിയതും വിവാദമായതും അർജന്റീനിയൻ താരം ഹോറെ പെരേര ഡയസിന്റെ കാര്യമായിരുന്നു. ഡയസ് ക്ലബ്ബ് വിട്ട സാഹചര്യത്തെക്കുറിച്ച് ക്ലബ്ബും ഡയസും നടത്തിയ വിശദീകരണങ്ങൾ വ്യത്യസ്തമായിരുന്നതിനാൽ ഡയസിനെ വിശ്വസിച്ചവർ ക്ലബിന്റെ തീരുമാനത്തിനെതിരെയും ക്ലബിനെ വിശ്വസിച്ചിരുന്നവർ ഡയസിനെതിരെയും തിരിയുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. ഡയസ് പറഞ്ഞ സ്റ്റോറി ഇങ്ങനെയായിരുന്നു: മികച്ചൊരു സീസണിന് ശേഷം കോച്ചിനും സ്പോർട്ടിംഗ് ഡയറക്ടർക്കും താൻ ബ്ലാസ്റ്റേഴ്സിൽ തുടരണമെന്നായിരുന്നു. ക്ലബ്ബ് എനിക്കൊരു ഓഫർ ലെറ്റർ അയച്ചിരുന്നു. താൻ അത് സൈൻ ചെയ്തിട്ട് ക്ലബിലേക്ക് തിരികെ അയക്കുകയും ചെയ്തു. അടുത്ത സീസണിൽ നമുക്ക് കപ്പടിക്കണമെന്ന് ഞാൻ അഡ്രിയാനോടും അൽവാരോടും സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അടുത്ത ദിവസം സ്പോർട്ടിംഗ് ഡയറക്ടറുടെ ഭാഗത്തു നിന്നൊരു സന്ദേശം എനിക്ക് ലഭിച്ചു. കോച്ചിനും അയാൾക്കും മികച്ച മറ്റൊരു ഓപ്ഷൻ ലഭിച്ചു. തന്നെ ആവശ്യമില്ല എന്നതായിരുന്നു ആ സന്ദേശം. തന്നെ ഒഴിവാക്കിയതിന്റെ കാരണം തിരക്കിയപ്പോൾ ഫുട്ബോൾ ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് ഡയസെ എന്നായിരുന്നു മറുപടി. ഇത് ഡയസിന്റെ ഭാഗമാണ്. ഇതേ വിഷയത്തിൽ സ്പോർട്ടിംഗ് ഡയറക്ടർ അന്ന് പറഞ്ഞത് ഗോവയിൽ വെച്ച് തന്നെ ഡയസിനെ സൈൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ നടന്നില്ല. ഡയസ് വെയിറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത്. ആ വെയിറ്റിംഗ് പീരീഡ് ഒരുപാട് നീണ്ടുപോയി. ഞങ്ങളുടെ തീരുമാനത്തിൽ ഡയസിനെതിരായി ഒന്നുമില്ല. എനിക്ക് ഡയസിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണുള്ളത്. അയാൾ പ്രൂവ് ചെയ്ത മികച്ച താരമാണ്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ക്ലബിന്റെ താല്പര്യമാണ് സംരക്ഷിക്കേണ്ടത്. രണ്ടുപേരുടെയും സ്റ്റോറീസ് ഇങ്ങനെയാണ്, രണ്ടുപേരുടെയും ശരികളും ഇതാണ്. വലിയൊരു വിവാദം സൃഷ്ടിച്ച വിഷയത്തിൽ ഇരുവരുടെയും കഥകളടങ്ങിയ ഒരു പോസ്റ്റ് റീസെന്റ് കണ്ടു. അത് ഷെയർ ചെയ്യാൻ തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ.